എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു ഫ്ലാറ്റിൻ മേളിൽ നിന്ന് താഴോട്ട് പോവുകയാണ്. ഞാൻ നട്ട് വളർത്തി ഒരു പപ്പായ നിൽപ്പുണ്ട് കേട്ടോ. അതിൽ നമുക്കൊരു പപ്പായ കൊണ്ടുവരാം. ഇറങ്ങിപ്പോയി താഴെ പോയിട്ട് നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് ഒരു 10-20 സ്റ്റെപ്പ് താഴെ വന്നാൽ മാത്രമേ നമുക്ക് ഈ പപ്പായ വെച്ചാൻ പോകാൻ പറ്റൂ കേട്ടോ. ഇത് എങ്ങനെ ഞാൻ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പപ്പായ ഞാൻ നട്ട് വളർത്തിയ പപ്പായാണ് കേട്ടോ. ഈ പപ്പായ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇട്ട് ഞാനല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ച പപ്പായാണ് കേട്ടോ. നല്ല തുറന്നു കണ്ടില്ലേ, വലിയ പപ്പായ ഉണ്ടോ. ഇത് ഞാൻ നട്ട് വളർത്തിയ പപ്പായ. നമുക്ക് ഇന്നൊരു പപ്പായ കട്ട് ചെയ്യും. കണ്ടില്ലേ, ഓക്കെ. ഇതെല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഈ കയറി പോകുന്നതെല്ലാം. രാജേഷിനെ കാണിക്കാൻ പറ്റില്ല. ഹായ്. അങ്ങനെ പപ്പായൊക്കെ കട്ട് ചെയ്തു. അതിന് വേണ്ടി ഒരു നല്ലൊരു വീഡിയോ ഇട്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ കടയിലൊക്കെ പോകുന്നത് കണ്ടില്ലേ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളോടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ കൃഷിയാണ്. കാന്താരി മുളകുണ്ട്, മുരിങ്ങയുണ്ട്, തുളസി, ചീര കണ്ടില്ലേ, ശംഖുപുഷ്പം നിറച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് പപ്പായയായിട്ട് മുകളിലോട്ട് പോകാം. നമുക്ക് ഇന്ന് അത് വെച്ച് കറി ഉണ്ടാക്കിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ തന്നെ മുകളിലോട്ട് പോവുകയാണ്. കുറച്ച് കയറണം. ഞങ്ങൾ ഏറ്റവും മുകളിലാണ്. ഇനിയുണ്ട് ഉണ്ടല്ലേ. ഇങ്ങനെ എത്തിപ്പോയി കണ്ടില്ലേ. ഇനി ഇവിടെ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു വീഡിയോസ് ഇട്ടായിരുന്നു. PR മുരളി, മ്യൂസിക് ഡയറക്ടർ. വീട്ടിൻ്റെ പേര് പൊൻവീട്. മുകളിൽ ഞാനൊരു ഗണപതിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ട് നമുക്ക് തുറക്കാം. കണ്ടില്ലേ, എൻ്റെ തോട്ടത്തിലെ ഫ്രഷായ പപ്പായ കണ്ടില്ല. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. പെട്ടെന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞുകൊണ്ട് വരാം കേട്ടോ. മീൻ പോണ്ട് ഒരെണ്ണം ഞാൻ പഴുക്കാനായിട്ട് നിർത്തിയിരിക്കുക കേട്ടോ. ഞാനെല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അരിവൊന്നും വിളഞ്ഞിട്ടില്ല കേട്ടോ. പിഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നടുക്കത്തെ ഈ ഭാഗങ്ങളെല്ലാം എടുത്ത് കളയണം. അങ്ങനെ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിയണം. ഞാനങ്ങനെ അരിഞ്ഞുകൊണ്ട് വരാം. കണ്ടില്ലേ, നല്ല പപ്പായയുടെ അകത്ത് ഈ അരി വരുന്ന ഭാഗത്തെല്ലാം ഈ പൂ വരുന്ന സ്ഥലത്തെ അതെല്ലാം എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇത് ഞാൻ എല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ അരിയപ്പം എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതേപോലെ അരിയണം. അരിഞ്ഞിട്ട് ഇനി നമുക്കിത് ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പപ്പായയ്ക്ക് വേണ്ടിയുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ 1 ഗ്ലാസ് വെള്ളം ഞാൻ എന്താണ്ടേ പഞ്ചസാര ഒന്ന് പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാരയും കൂടെ നമുക്ക് 1 ഗ്ലാസ് പഞ്ചസാര ഇതിനകത്തോട്ടിടാം കേട്ടോ. 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് നമുക്ക് അതും കൂടെ ഒന്ന് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളവും തിളയ്ക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു
ഒന്നി നാരങ്ങ നീര് അല്ലെങ്കിൽ ഇത്തിരി വിനാഗിരി ഒരു അരയടപ്പ് ഇതിനകത്ത് ഒഴിക്കുക. ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പപ്പായ ഇതിലോട്ടിടുക. ഒരു 3 തിളപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഊറ്റി മാറ്റണം. അപ്പോഴേ നമ്മളെ പഞ്ചസാരയൊക്കെ നല്ല തിളച്ച് നല്ല കുറുകി വരും. ഇവിടെ പഞ്ചസാര ഇങ്ങനെ തിളച്ച് നല്ലൊരു ഒരു ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കണം. അതുവരെ അങ്ങനെ കിടക്കട്ടെ. അതങ്ങനെ തന്നെ കിടന്നോട്ട് കേട്ടോ. അതിന് നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ അത് പാകമായി വരും. കണ്ടേ, ഇപ്പം പപ്പായൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും ശരിയാവത്തില്ല. ഇതൊരു ഗ്ലാസ് രൂപത്തിൽ വരും നല്ല. അപ്പോഴും മാത്രമേ ഇത് ഊറ്റി മാറ്റാവൂ കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുന്നുണ്ടെങ്കിൽ ഇത് നല്ല ഗ്ലാസ് രൂപത്തിൽ പപ്പായ കാണാൻ പറ്റും നമുക്ക്. അപ്പോഴും നമ്മൾ ഊറ്റി മാറ്റിയിട്ട് ഈ പഞ്ചസാര ലായനി അതിനകത്ത് ചേർക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ പപ്പായ എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പിടുക. ഒരു നുള്ളി ഇച്ചിരി ഒന്ന് ഇട്ടാൽ മതി. പിന്നെ വേണ്ടുന്നത് പൈനാപ്പിളിൻ്റെ എസൻസ് ഒരു 2 ടോപ്സ്. പൈനാപ്പിളിൻ്റെ എസൻസ് 2 ടോപ്സ് ഒഴിച്ച് ഇനി നമുക്കിത് ഊറ്റി മാറ്റാം. കണ്ടില്ലേ, ഇപ്പം നല്ലോണം ഇത് വെന്തിട്ടുണ്ട്. ഗ്ലാസ് പോലെ ആയി. കണ്ടില്ലേ, അധികം അങ്ങ് വെന്ത് പോകരുത്. വെന്ത് പോയാൽ അധികം ദിവസം ഇരിക്കത്തില്ല, ചീത്തയായി പോകും, ഒട്ടൽ പോലെ ആയിപ്പോവും. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ പപ്പായയൊക്കെ കണ്ടില്ലേ നല്ലോണം തണുത്തിട്ടുണ്ട്. അധികം വെന്ത് പോയിട്ടില്ല, ഗ്ലാസ് മാതിരി ഇരിക്കുന്നുണ്ടോ, കണ്ടില്ലേ. ഇനി നമുക്കിത് 3 പാത്രത്തിലോട്ട് നമുക്ക് ആക്കി വയ്ക്കാം. 3 കളറാട്ട ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 3 പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 3 പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര പാണിയാക്കി വെച്ചിട്ടില്ലേ, എല്ലാവരും ഇത് മൊത്തത്തോട് തട്ടിയിട്ടാണ് ആക്കിയെടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ രീതി വേറെ രീതിയായിപ്പോൾ. നമ്മൾ പഞ്ചസാര ഇതിനകത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടില്ലേ, അതേ കണക്ക് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 3-ൽ നമ്മൾ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് എളുപ്പം തന്നെ ട്യൂട്ടി ഫ്രൂട്ടി വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പോൾ ഡിസംബർ ജനുവരിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇതിൻ്റെ ആവശ്യം വരും. കാരണം കേക്കൊക്കെ ഉണ്ടാക്കണ്ടേ. പിന്നെ അതേ കണക്ക് തന്നെ നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ കഴിക്കുമ്പോഴും ഇത് ഇച്ചിരി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ നമുക്ക് എന്തൊരു പലഹാരമൊക്കെ ഉണ്ടാക്കിയാലും ഒക്കെ ഇത് ഇച്ചിരിച്ച് നമുക്ക് എടുത്തിടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 3 കളറാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഫുഡ് പൊടി തന്നെ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ ബീട്രൂട്ടോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചുവപ്പ് ഇട്ട്, പച്ചയും ഇട്ട്. ഇപ്പോൾ ഞാൻ ചുവപ്പും പച്ചയുമാണ് ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം. ഇപ്പം എന്താ 3 കളർ ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു റെഡ്, ഒരു ഗ്രീൻ, ഒരു വൈറ്റ്. കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ മഞ്ഞ കളർ ചേർക്കാം. അതല്ല, ഞാൻ ഇപ്പം ഈ വൈറ്റായിട്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇത് വൈറ്റായിട്ട് തന്നെ വെച്ചേക്കുക കേട്ടോ. മഞ്ഞപ്പൊടി ഉണ്ട്, ഞാൻ ഇടുന്നില്ല, അത് വേണ്ടാന്ന് വെച്ചേ. ഇത് കണ്ടോ, നമുക്കിപ്പം കളർ പൊടി തന്നെ ചേർത്തേക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം. നാളെ രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇതെല്ലാം നല്ല ക്ലിയർ ആയിട്ടിരിക്കും. ഇങ്ങനെ തന്നെ ഓരോ പാത്രത്തിൽ അടച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. കണ്ടില്ലേ, ഇതാ നല്ല മധുരം ഉണ്ട് കേട്ടോ.
നല്ല കളറാണ്. ഇത് കണക്ക് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എളുപ്പം ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി നാളെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് അന്നേരം അപ്പോഴത്തേക്ക് ഇതെല്ലാം റെഡി ആയിട്ടിരിക്കും. കണ്ടില്ലേ, ചുമപ്പ് പച്ച. ഇനി നമ്മൾ രാവിലെ എടുക്കുമ്പോൾ ഇതിനകത്ത് പഞ്ചസാരയുടെ ലായനിയും ഈ പപ്പായയുടെ വെള്ളവും കൂടെ കാണും. അത് നമുക്ക് ചെറുതായിട്ടേ കാണത്തുള്ളൂ. അത് ഒന്നീ എടുത്ത് കളയാം, അല്ലെങ്കിൽ അതേ കണക്ക് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലോണം മധുരത്ത് ഇരിക്കും. അതല്ല വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അലിഞ്ഞിരിക്കും. അത് മാറ്റിയിട്ട് നമുക്ക് ഒരു ഉണങ്ങിയ ചില്ല് കുപ്പിക്കകത്ത് ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഇത് വേണമെങ്കിൽ മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിടാം. അതല്ല വേറെ വേറെ ആണെങ്കിൽ വേറെ വേറെ ഇടാം. കണ്ടില്ലേ? ഇനി നാളെ നമുക്കത് വേണമെങ്കിൽ ഒന്നിച്ചതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ എല്ലാം റെഡി ആയിട്ടിരിക്കും. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. സൂപ്പറല്ലേ? ട്യൂട്ടി ഫ്രൂട്ടി നമ്മളെ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയില്ലേ? ഓക്കെ. എളുപ്പം തന്നെ പപ്പായയൊക്കെ നട്ട് വളർത്തി അതിൽ നിന്ന് പോയി പിച്ചിക്കൊണ്ട് വന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും അല്ലേ? അപ്പോഴെനിക്കും സന്തോഷമായി. ഞാൻ നട്ടു വളർത്തിയ പപ്പായയിൽ നിന്ന് ഒരു പപ്പായ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒരു ട്യൂട്ടി ഫ്രൂട്ടി ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഇനി നിങ്ങളും ഇതേപോലെ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം.